ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ ഡേറ്റ് ഫെബ്രുവരി 21, 2026. അപ്പോൾ ഇന്നാണ് നമ്മുടെ പള്ളി വക യുനെസ്കോയ്ക്ക് നടത്തുന്ന 6S വൺ ഡേ ടൂർണമെന്റ്. നമ്മുടെ ടൂർണമെന്റ് വെന്യൂ വരുന്നത് ടൈസ ടർഫ് കുമ്മനാടാണ്. പക്ഷേ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പൊടിപ്പാറ എന്ന കുമ്മനാടിനുള്ളിൽ പോകുന്ന വഴിയിലാണ്. ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ അസിസ്റ്റന്റ് വികാരി ജോൺസണത്തിനാണ്. കൊച്ചച്ഛൻ ഒട്ടും തന്നെ സമയം കളയാതെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പെനാൽറ്റി ഷൂട്ടിലൂടെ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞു. ടോട്ടൽ 9 ടീമുകളാണ് പുറത്തുനിന്ന് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. നമ്മുടെ ഹോം ടീമോടെ ചേർത്ത് മൊത്തത്തിൽ 10 ടീമുകളാണ് ടൂർണമെന്റ് കളിക്കാനുള്ളത്. ലോട്ട് എടുത്ത് തീരുമാനിച്ച പ്രകാരം ആദ്യത്തെ 2 ടീമുകൾ കളത്തിലിറങ്ങി അവരുടെ ഫോട്ടോ സെഷൻ പരിപാടി കഴിഞ്ഞിട്ട് ടൂർണമെന്റിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ടായി. മാനുവൽ മർത്തോമ യുനെസ്കോയ്ക്ക് നടത്തുന്ന ടൂർണമെന്റ് ആയതുകൊണ്ട് മർത്തോമ സഭകളിൽപ്പെട്ട ഇടവകൾക്ക് മാത്രമാണ് ടീം ഇറക്കാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള മേജർ ക്രൈറ്റീരിയ. മത്സരത്തിന് വേണ്ടിയുള്ള ടീമുകൾ സെന്റ് പോൾസും വെള്ളപ്പള്ളിയും എത്രയും പെട്ടെന്ന് റെഡിയാവേണ്ടതാണ്. ടൂർണമെന്റ് എൻട്രി ഫീസ് വരുന്നത് 1000 രൂപയാണ്. അതുപോലെ എൻ്റെ വിന്നേഴ്സിനുള്ള ഫസ്റ്റ് പ്രൈസ് ക്യാഷ് പ്രൈസ് കിട്ടുന്നത് 5555, അതായത് 5555 രൂപ. സെക്കൻഡ് പ്രൈസ് 3333 രൂപയും ട്രോഫിയും. ഇത് ഫോർ ദ വെരി ഫസ്റ്റ് ടൈമാണ് നമ്മുടെ സഖ്യമായിട്ട് ടൂർണമെന്റ് നടത്തുന്നത്. മറ്റു പല പള്ളികൾ നടത്തുന്ന ടൂർണമെന്റുകൾ നമ്മൾ പോയി കളിക്കുകയും കപ്പടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. രാവിലെ 9 മണി തൊട്ട് 6 മണി വരെയാണ് നമ്മൾ ടർഫ് ബുക്ക് ചെയ്തിട്ടേക്കുന്നത്. കാലാവസ്ഥയെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല. ഒടുക്കത്തെ വെയിൽ. ഗാലറി ഇരുന്ന് കളി കാണുന്ന നമുക്ക് ഈ അവസ്ഥയാണ്. കളിക്കുന്നവരെ പറ്റി ഒന്നും പറയണ്ടല്ലോ. കളിയുടെ വീഡിയോ ഫുട്ടേജ് എടുക്കാൻ വേണ്ടി നെറ്റിൻ്റെ ഇടയിൽ കൂടെ കഷ്ടപ്പെടുന്ന എൻ്റെ അവസ്ഥ എന്ന് ഓർക്കണം. ടോട്ടൽ 10 ടീമുകളുള്ളതുകൊണ്ട് 5 ടീമുകൾ വീതം തമ്മിൽ മാച്ച് കളിക്കും. ഇതാണ് നമ്മുടെ ക്വാളിഫയർ സ്റ്റേജ്. ഇത് ലോട്ട് എടുത്തിട്ടാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ലോട്ട് എടുത്ത പ്രകാരമാണ് ഈ 2 ടീമുകൾ തമ്മിൽ മാച്ച് ഉള്ളത്. ഇതുപോലത്തെ 4 മാച്ച് കൂടെ കഴിയും. അതിനുശേഷം ജയിക്കുന്നവരെല്ലാവരും കൂടെ സെമി ഫൈനൽസ് കളിക്കും. ഇത് 3ാമത്തെ മാച്ചിന് തൊട്ടുമ്പോൾ കേട്ടോ. എല്ലാ മാച്ചും തുടങ്ങുന്ന നമ്മളൊരു ഫോട്ടോയും ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും. 20 മിനിറ്റ് ഡ്യൂറേഷനുള്ള മാച്ചസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം മാച്ചസിന് തൊട്ട് മുമ്പ് ചെറിയ രീതിയിൽ വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാച്ച് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ 6S ആണ് കളിക്കുന്നത്. 3 പേർ റോളിംഗ് സബ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂർണമെൻറ്റ് സംഘാടക സംഘം. അപ്പോൾ ഇതുപോലെ ഒരു ടെൻറ്റ് കെട്ടിയിട്ടുണ്ട്. പന്തലെന്ന് വേണേൽ പറയാം. ടർഫിൻ്റെ സൈഡിലായിട്ട് വെയിലൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടി അതെന്തായാലും നല്ല കാര്യമായി. ആവശ്യത്തിനുള്ള വെള്ളവും മറ്റ് റീഫ്രഷ്മെൻറ്റ്സും അതുപോലെ തന്നെ മെഡിക്കൽ കിറ്റും എല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്കും സ്പീക്കറും ഒരു ചെറിയ രീതിയിലൊരു സൗണ്ട് സിസ്റ്റവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ടൂർണമെൻറ്റ് കാണാൻ വേണ്ടി പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. ഇതിൽ കളിക്കാൻ വന്ന മറ്റു ടീമുകളും അവരുടെ വെൽവിഷേഴ്സും ഉണ്ടാവും. ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. ഒരു ബിസിനസ് സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹന്ന ടേസ്റ്റിനെ വക ഒരു ഫുഡ് സ്റ്റോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ 3ാമത്തെ മത്സരത്തിന് ഹാഫ് ടൈം ആയിരിക്കുകയാണ്. നമ്മുടെ മത്സരങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് AFൻ്റെ ലൈസൻസ് ഉള്ള റഫറിമാരാണ്. നമ്മുടെ മെയിൻ റഫറിക്ക് ഈ പ്രാവശ്യം സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിൻ്റെ സ്ക്വാഡിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ടെൻറ്റ് കിട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ വെയിലൊന്നും കൊള്ളാതെ രക്ഷപ്പെടാൻ പറ്റി. ഒരു ചേട്ടൻ അവിടെ നിന്ന് ചെറിയ രീതിയിൽ കളിയുടെ കമൻട്രിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മറ്റ് 2 പേര് കളിയുടെ സ്കോർ ഷീറ്റും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊച്ചച്ഛൻ ഫുൾ സപ്പോർട്ടായിട്ട് ടർഫിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ 1ഉം 2ഉം ഒക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സമയം അങ്ങനെ കടന്നുപോയി. സമയം ഇപ്പോൾ ഏകദേശം 11:30 ആയിട്ടുണ്ട്. ഇപ്പോൾ 3 മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 2 മാച്ചും കൂടെ ഉണ്ട്. ബാക്കി വിശേഷങ്ങൾ അടുത്ത പാർട്ടിൽ. അപ്പോൾ ഓക്കെ, ബൈ.